نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾക്കിടയിൽ പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകൾ, കടമകൾ, കർത്തവ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയവയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം കേട്ടത്. അത് കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു ഹഖാണ് വഇദാ അതസ ഫഹമിദല്ലാഹ ഫസമ്മിത്ഹു. ഒരു വിശ്വാസിയായ സഹോദരൻ തുമ്മിയാൽ, അങ്ങനെ അദ്ദേഹം തുമ്മിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചാൽ അതിന് നീ മറുപടി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ന് ഈ പറയപ്പെട്ട ഹദീസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമായ സഹോദരൻ അവന്റെ സഹോദരനായ മുസ്ലിമിനോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ എണ്ണിയതാണത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകൻ കൽപ്പിച്ചത് പ്രകാരം നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുമ്മുന്നതിനെ ഇഷ്ടമാണ്. എന്നാൽ വയക്റഹു തസാഉബ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല തസാഉബിനെ വെറുക്കുന്നു, അഥവാ കൂട്ടുവായിടുന്നതിനെ വെറുക്കുകയാണ്. ഇത് പറയാനുണ്ടായ കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നതെന്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വളരെ അലസതയോടുകൂടെ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരുവനായിരിക്കും പലപ്പോഴും കോട്ടുവ പോലെയുള്ള കാര്യങ്ങൾ കടന്നു വരിക. എന്നാൽ തുമ്മിക്കഴിഞ്ഞാൽ മനുഷ്യന് ഉണർവുണ്ടാവുകയാണ്, ഉന്മേഷമുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് പ്രിയപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ ഒരാൾ തുമ്മിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വഇദാ അതസ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ, വഹമിദല്ലാഹ, അങ്ങനെ ആ തുമ്മിയ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയും ചെയ്താൽ, കാന ഹഖ്ഖൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും, അഥവാ അത് കേട്ട മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമാണ് അയ്യഖൂല ലഹു യർഹമുക്കല്ലാഹ്, അയാൾക്ക് യർഹമുക്കല്ലാഹ് എന്ന് മറുപടി കൊടുക്കുക എന്നത്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നതും അത് തന്നെയാണ്. സഹോദരനായ മുസ്ലിം തുമ്മിയാൽ, അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചാൽ, ആ സ്തുതി കേട്ടുകഴിഞ്ഞാൽ മറുപടി കൊടുക്കുക എന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ചെറിയ സുന്നത്താണ്, അതത്ര വലിയ ഗൗരവമൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരന്മാരെ, ഹദീസിന്റെ പദപ്രയോഗങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാന ഹഖ്ഖൻ എന്നാണ് പ്രവാചകൻ പ്രയോഗിച്ചത്. അത് അയാളുടെ മേലുള്ള കടമയാണ്, അയാൾ നിർവഹിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു നൽകുകയാണ്. അങ്ങനെ കേട്ടാൽ നമ്മൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം. എന്നാൽ ഈ തുമ്മിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കാണാം, അൽഹംദുലില്ലാ എന്ന് മാത്രം പറയുക എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില പ്രയോഗങ്ങൾ കൂടെ അഥവാ ഹദീസുകളിൽ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അയാൾക്ക് അൽഹംദുലില്ലാ എന്ന് മാത്രം പറയുക എന്നുള്ളതല്ല. മറ്റു ചില റിവായത്തുകളിൽ കാണാം, പ്രവാചകൻ പറയുകയാണ്, ഇദാ അതസ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അയാൾക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാം. കേട്ടോ, അപ്പൊ അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയത്. നമ്മൾ തുമ്മിയാൽ നമുക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതൊരവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതിയും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റു ചില റിവായത്തുകളിൽ കാണാം, പ്രവാചകൻ പറയുന്നു, ഇദാ അതസ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നിങ്ങളൊരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഒരേ രൂപത്തിൽ പറയാതെ മാറ്റിച്ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഏതൊരു പ്രവർത്തനവും വ്യത്യസ്തമായ രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ടത് വ്യത്യസ്തമായ രൂപത്തിലാണ്. അതാണ് പ്രവാചകന്റെ സുന്നത്ത്. രണ്ടും മൂന്നും രൂപത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന വ്യത്യസ്തമായ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കും പ്രവാചകന്റെ സുന്നത്തായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്ഥിരമായി ഒരു രൂപത്തിൽ മാത്രം പ്രാർത്ഥിക്കാതെ പറയാതെ വ്യത്യസ്തമായ രൂപത്തിൽ പറയുക എന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇതിന് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ്. ഒരു സഹോദരൻ തുമ്മുകയും ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട മനുഷ്യൻ എന്തായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്? പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുന്നത്തായി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്ന് പറയേണ്ടതുണ്ട് എന്നത് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നുണ്ടോ എന്ന് ചോദിച്ചതൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഇദാ അതസ അഹദുകും ഫൽയഖുൽ അൽഹംദുലില്ലാ, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അതുകൊണ്ട് ഫൽയഖുൽ അഖൂഹു, ഇത് കേട്ട മനുഷ്യൻ എന്ത് പറയണം? യർഹമുക്കല്ലാഹ് എന്ന് മറുപടി കൊടുക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, റബ്ബിന്റെ കാരുണ്യം നിനക്കുണ്ടായി തീരട്ടെ എന്ന്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതല്ലാത്ത ചില രൂപത്തിലും പ്രാർത്ഥിക്കാൻ സാധിക്കും. അതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ ഇങ്ങനെ തുമ്മുകയും ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് മറുപടി പറയുകയും ചെയ്താൽ ആ മനുഷ്യന് മറുപടി കൊടുക്കുമ്പോൾ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. എന്നിട്ട് ശേഷം ഈ യർഹമുക്കല്ലാഹ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട മനുഷ്യൻ എന്താ പറയേണ്ടത്? അതും ഹദീസിൽ കാണാം. അപ്പൊ തുമ്മിയ മനുഷ്യൻ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അത് കേട്ട മനുഷ്യൻ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ, തുമ്മിയ മനുഷ്യൻ വീണ്ടും പറയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യൻ പറയണം, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കട്ടെ. എത്ര നല്ല പ്രാർത്ഥനയാണ്! തുമ്മിക്കഴിയുമ്പോ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് അൽഹംദുലില്ലാ എന്ന്. അത് കേൾക്കുന്ന സഹോദരൻ യർഹമുക്കല്ലാഹ്, നിനക്ക് കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട തുമ്മിയ മനുഷ്യന് ഈ മനുഷ്യന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം പ്രദാനം ചെയ്യട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കട്ടെ. കണ്ടോ, ഇത് പഠിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം നമ്മളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. മറ്റു ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യനോട് പറയണം, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നിങ്ങൾക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരട്ടെ. തുമ്മിയാൾ യർഹമുക്കല്ലാഹ് എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയാം, അല്ലെങ്കിൽ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് സഹോദരന്മാരെ വല്ല പ്രാർത്ഥനകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങളാണ്. എന്നാലോ ഇതല്ലാതെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം നമുക്ക് തോന്നിയതുപോലെ ഒരു പ്രാർത്ഥന ഉണ്ടാക്കാൻ സാധിക്കുമോ? അതൊരിക്കലുമില്ല. വ്യത്യസ്തമായ രൂപത്തിൽ പ്രാർത്ഥിക്കാമെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ നമുക്ക് നമ്മളുടേതായ ഒരു പ്രാർത്ഥന ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തി നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിനപ്പുറത്തേക്ക്, പ്രവാചകൻ പറഞ്ഞു നൽകിയതിനപ്പുറത്തേക്ക് വേറെ ഒരു ദിക്റായി ചൊല്ലാം. അതൊരിക്കലും പാടില്ലാത്തതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഒരു മനുഷ്യൻ തുമ്മുകയാണ്. തുമ്മിയിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സലാം ചൊരിയട്ടെ. ഇത് കേൾക്കുമ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅന അഖൂലു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, ഞാനും പറയാറുണ്ട് അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന്. അത് ഞാനും എന്റെ ജീവിതത്തിൽ പറയാറുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ വലൈസ ഹകദാ, അതിവിടെ ഞാൻ പറയാറില്ല. തുമ്മിക്കഴിഞ്ഞാൽ ഞാൻ അത് പറയാറില്ല. കാരണം എന്താ? ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്രകാരമല്ല. ഞങ്ങളെ പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹ് എന്നാണ് ഞങ്ങളോട് പറയാൻ പറഞ്ഞത്. അല്ലമനാ അൻ നഖൂല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നോ അൽഹംദുലില്ലാഹ് എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട, നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യമാണ് അല്ലേ? സമീപ സമയത്ത് ജനങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠതയോടുകൂടെ ഒരുപക്ഷെ നോക്കിക്കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം.
അതിനെത്ര വലിയ പവിത്രതയും പ്രാധാന്യവും ഒക്കെ നോക്കിക്കണ്ടുകൊണ്ടാണ് ആളുകൾ അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. നമ്മൾ ചിന്തിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഒരു ദിക്റിന്റെ ലഫ്ള്, ആ ലഫ്ള് ഒന്ന് അധികരിപ്പിച്ചാൽ അവരെത്ര സൂക്ഷ്മതയാണ്, ശ്രദ്ധയാണ് കാണിച്ചു നൽകിയിരുന്നത്. ദീനിന്റെ വിഷയത്തിൽ പ്രവാചകൻ എന്തു പറഞ്ഞോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അതിനപ്പുറത്തേക്ക് അവർ കടന്നു പോകാൻ തയ്യാറായിരുന്നില്ല. അവിടെ നിൽക്കുമായിരുന്നു അവർ. അത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളല്ലേ, ദിക്റല്ലേ, അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കലല്ലേ, ആ നിലക്കുള്ള വർത്തമാനങ്ങളോ കാര്യങ്ങളോ അവർ പറഞ്ഞില്ല, അതിന് തെളിവ് പിടിച്ചില്ല. മറിച്ച് പ്രവാചകൻ ഇന്നതാണ് പറഞ്ഞത്, പ്രവാചകൻ ഇന്നതാണ് പഠിപ്പിച്ചത് എന്ന് സ്വഹാബികളിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ അവരങ്ങനെ നിന്നു. അതിനപ്പുറത്തേക്ക് അവർ പ്രവർത്തിച്ചില്ല. മഹാന്മാരായ സ്വഹാബികളും അപ്രകാരമായിരുന്നു. തിരുത്തി കൊടുക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളും ഇത് പറയാറുള്ള ആളുകൾ തന്നെയാണ്. ഞങ്ങളും ഇത്തരത്തിൽ അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഇവിടെയല്ല, അത് പ്രവാചകൻ പഠിപ്പിച്ച സ്ഥലത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സുന്നത്ത് അതിന്റെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നിർവഹിക്കുക. അതേ പ്രാധാന്യം പ്രവാചകൻ കാണിച്ചു നൽകിയത് പ്രകാരമാണോ ആ കാര്യത്തെ പിന്തുടരുന്നതിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, മറ്റൊരു ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളുടെ മേൽ അദ്ദേഹത്തിന് വേണ്ടി തിരിച്ചു പറയാൻ നിർബന്ധിതാവസ്ഥയുള്ളൂ. ഒരാള് തുമ്മി, അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? വേണ്ടതില്ല എന്നാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് രണ്ട് മനുഷ്യന്മാർ തുമ്മുകയുണ്ടായി. അങ്ങനെ രണ്ട് മനുഷ്യന്മാരിൽ ഒരാൾ തുമ്മിയതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, യർഹമുക്കല്ലാഹ് എന്ന ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റേയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ശമ്മത ഹാദാ വലം തുശമ്മിത്നി, പ്രവാചകൻ ഇയാൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിച്ചല്ലോ, എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാതിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹാദാ ഹമിദല്ലാഹ് വലം തഹ്മദില്ലാഹ്, നീ ഈ മനുഷ്യൻ അള്ളാനെ സ്തുതിച്ചിരുന്നു, നീ അള്ളാനെ സ്തുതിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ ഒരു മനുഷ്യൻ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താലാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നീ ഹംദ് ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നിർബന്ധിപ്പിക്കേണ്ടതില്ല എന്ന് പറയാൻ. മറിച്ച് നമുക്ക് അദ്ദേഹത്തിന് അറിയാത്ത മനുഷ്യനാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാം. അൽഹംദുലില്ലാഹ് എന്ന് തുമ്മിയതിനു ശേഷം പറയണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അതല്ലാതെ തുമ്മിയ മനുഷ്യന്മാരോടൊക്കെ ഈ നിലക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഇതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്ന മറ്റൊന്നാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് തുമ്മിയാൽ, നമസ്കാരത്തിൽ തുമ്മിയാൽ പോലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ സ്തുതിച്ചിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്തിരുന്നു എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ അങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് നമസ്കാരത്തിൽ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് മറ്റൊരു മനുഷ്യന് യർഹമുക്കല്ലാഹ് എന്ന് മറുപടി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച മനുഷ്യനോട് പ്രവാചകൻ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നമസ്കാരത്തിൽ അത്തരത്തിൽ പ്രാർത്ഥനകൾ മറ്റൊരാൾക്ക് വേണ്ടി ഈ നിലക്ക് അയാളോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിനക്കല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്നുള്ള നിലക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പോലും, നമസ്കാരത്തിൽ പോലും അൽഹംദുലില്ലാഹ് എന്ന് പറയാമെന്ന് ഹദീസുകൾ പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അറിയുകയും പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യേണ്ട വളരെ സുപ്രധാനമായ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട മര്യാദകൾ പാലിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ അതസ അഹദുകും ഫൽയദഅ കഫൈഹി അലാ വജ്ഹിഹി, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അയാൾ തന്റെ കൈ കൊണ്ട് വായ അടച്ചുപിടിക്കട്ടെ, വൽയുഖ്ഫിദ് സൗതഹു,
എന്നിട്ട് അയാളുടെ ശബ്ദം അയാൾ കുറക്കട്ടെ. കേട്ടോ, രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഒന്ന്, അപരനായ തന്റെ സഹോദരനിലേക്ക് തന്റെ തുമ്മൽ തെറിച്ചു പോകാതിരിക്കാൻ ആ വായ പൊത്തിപ്പിടിക്കണം. അതുപോലെ തന്നെ ശബ്ദം അടക്കി വെക്കണം. അനാവശ്യമായി ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന നിലക്ക് ശബ്ദമുണ്ടാക്കി ആ നിലക്ക് പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ അദബുകൾ പഠിപ്പിച്ചു നൽകുകയാണ്. ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പരസ്പരം ആളുകൾക്കിടയിൽ പാലിക്കേണ്ട ഇത്തരത്തിലുള്ള മര്യാദകൾ പ്രവാചകൻ എത്ര കണിശമായാണ്, കൃത്യതയോടുകൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപരനായ സഹോദരനെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് തുമ്മുമ്പോ അയാളുടെ മുഖത്തേക്കോ അയാളുടെ ശരീരത്തിലേക്ക് തെറിക്കുന്ന രൂപത്തിലോ അയാളുടെ വായിൽ നിന്ന് തെറിക്കാൻ പാടില്ല എന്ന്. അത് പൊത്തിപ്പിടിക്കണം കഴിവിന്റെ പരമാവധി. മാത്രമല്ല അനാവശ്യമായ ശബ്ദങ്ങൾ എടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ ഒരു മര്യാദയാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇയാൾ ഹംദ് ചൊല്ലുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ട്, അഥവാ തിരിച്ച് ഇയാൾക്ക് യർഹമുക്കല്ലാ എന്ന് പറയാൻ തക്ക രൂപത്തിലായിരിക്കണം ഹംദ് ചൊല്ലേണ്ടത്. എന്നാലാണ് ഇയാൾ മറുപടി കൊടുക്കേണ്ടതുള്ളൂ എന്നതാണ്. മറ്റൊന്ന്, ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരാൾ 3 പ്രാവശ്യത്തിലധികം തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ 3 പ്രാവശ്യത്തിലധികം തുമ്മിക്കഴിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുശമ്മിതുൽ ആതിസു സലാസൻ, ഒരാള് 3 പ്രാവശ്യം തുമ്മിയാൽ അയാൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഫമാ സാദ ഫഹുവ മസ്കൂം, അതിലധികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം അയാൾ രോഗിയാണ്, രോഗത്തിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മര്യാദയാണ്, അവിശ്വാസികളായ ആളുകൾ അവർക്ക് ഇത്തരത്തിൽ അവരേതെങ്കിലും നിലക്ക് പറയുകയും അവർ മുസ്ലിമീങ്ങളായ ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്കതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇതും ഹദീസിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാർ, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ പരസ്പരം പാലിക്കപ്പെടേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ സുന്നത്തുകളാണ് എന്ന് തിരിച്ചറിയുകയും അതതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين. أما بعد, رسول الله صلى الله عليه وسلم പറഞ്ഞ ഹദീസ്, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട്, കടമകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പ്രവാചകൻ ഓരോന്നായി നമുക്ക് പഠിപ്പിച്ചു നൽകുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നിന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ നീ അവന്റെ മേൽ സലാം ചൊല്ലണം. വഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നീ ഉത്തരം കൊടുക്കണം. വഇദാ സ്തൻസഹക ഫൻസഹ് ലഹു, അവൻ നിന്നോട് നസീഹത്ത് ചോദിച്ചാൽ, സതുപദേശം ചോദിച്ചാൽ നീ അവന് സതുപദേശം കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ വഇദാ അതസ ഫഹമിദല്ലാഹ ഫസമ്മിത്ഹു, ഒരാൾ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അയാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അടുത്ത ഹക്കായി നമുക്ക് ഹദീസിൽ കാണാം. അവിടുന്ന് പറയുകയാണ്, വഇദാ മരിദ ഫഅദുഹു, നിന്റെ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ നീ അവനെ സന്ദർശിക്കണം. ഇതും ഹദീസുകൾ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അതിന്റെ പ്രാധാന്യം എത്ര മാത്രം വലുപ്പമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുദ്സിയായ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്, യബ്ന ആദം മരിദ്തു ഫലം തഉദ്നി, അല്ലയോ ആദമിന്റെ പുത്ര, ഞാൻ രോഗിയായി പക്ഷെ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ.
ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കും, യാ റബ്ബ് കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. ഞാൻ എങ്ങനെയാണ് റബ്ബേ നിന്നെ സന്ദർശിക്കുക? നീ എങ്ങനെയാണ് രോഗിയാവുക? നീ ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവാണല്ലോ, റബ്ബാണല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുമെന്നാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ. ഇന്ന ഒരു സഹോദരൻ, എന്റെ സഹോദരൻ രോഗിയായിരുന്നു, നീ അറിഞ്ഞിരുന്നില്ലേ? ആ വാർത്ത നീ കേട്ടിരുന്നില്ലേ? ഫലം തഉദുഹു, നീ എന്നിട്ട് അവനെ സന്ദർശിക്കാൻ വേണ്ടി പോയില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജദ്തനി ഇൻദഹു. നീ എങ്ങാനും അവനെ സന്ദർശിക്കാൻ പോയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കണ്ടെത്താമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ ചിന്തിപ്പിക്കേണ്ട, നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ഗൗരവം വർദ്ധിപ്പിക്കേണ്ട ഒരു ഹദീസായി നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി ഇതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി നൽകാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മുസ്ലിമീങ്ങൾക്കിടയിൽ പാലിക്കേണ്ട കടമകളിൽ പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയ ഒരു കടമയാണ് സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും രോഗമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുകയും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മര്യാദയായി നമ്മൾ മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റു ചില ആദാബുകളെ സംബന്ധിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന ഖുതുബകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അവന്റെ ദീനിനെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരി സഹോദരന്മാരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ